നമ്മുടെ ഇന്ത്യൻ റിവർ സിസ്റ്റത്തെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ? അതായത് ഒന്ന് ഹിമാലയൻ റിവേഴ്സ്, രണ്ട് പെനിൻസുലർ റിവേഴ്സ്. അതിൽ ഹിമാലയൻ റിവേഴ്സ് പെരീനിയൽ റിവേഴ്സ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഈ പെരീനിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ സമ്മർ സീസണിൽ, വിന്റർ സീസണിൽ, റെയിനി സീസണിലും എല്ലാം അതിൽ കൂടെ ഫ്ലോ ആണ്. അപ്പൊ ഈ ഹിമാലയൻ റിവേഴ്സ് പെരീനിയൽ റിവേഴ്സ് ആകാൻ കാരണം എന്താണെന്ന് അറിയാം? അതായത് ഹിമാലയൻ റിവേഴ്സ് പെരീനിയൽ റിവേഴ്സ് ആകാൻ കാരണം ഗ്ലേസിയറിൽ നിന്നാണ് ഹിമാലയൻ റിവേഴ്സ് ഉത്ഭവിക്കുന്നത്. ഈ ഗ്ലേസിയർ എന്താണെന്നറിയാം? ഗ്ലേസിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഐസ്, അതായത് ഹിമാലയ പർവ്വതത്തിൽ അങ്ങിങ്ങായി കിടക്കുന്ന വലിയ വലിയ ഐസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഗ്ലേസിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലേസിയർ കാരണമാണ് നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ഈ സമ്മർ സീസണിലൊക്കെ ഈ ഒഴുകുന്നത്. അതായത് സമ്മർ സീസൺ ആകുമ്പോൾ ഈ ഗ്ലേസിയർ പയ്യെ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകുന്ന ആ ഗ്ലേസിയറാണ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്നത്, വെള്ളമായിട്ട് വരുന്നത്. നമുക്ക് ഗംഗോത്രി ഗ്ലേസിയർ ഉണ്ട്, അളകനന്ദ ഗ്ലേസിയർ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഗ്ലേസിയറുകൾ നമ്മുടെ ഹിമാലയത്തിന്റെ അങ്ങിങ്ങായിട്ട് ചിതറിക്കിടക്കും.